ണോ അൽഹംദുലില്ലാഹ്. ഈ നാട് നമ്മളെ നാടുകളിലേക്കൊക്കെ മാതൃകയായ നാടല്ലയോ? വർഷങ്ങൾക്ക് മുമ്പ് 50-60 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സയ്യിദുനാ താജുൽ ഉലമ ഉപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹു പഴയ കാലങ്ങളിൽ ഇവിടെ ഉറൂസും വഅലും നടക്കുമ്പോ അവിടുത്തെ മഹത്തായ അതേ ശാരീരിക സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവിടുത്തെ ആത്മീയ സാന്നിധ്യവും നമ്മക്കുണ്ട്. അല്ലാഹു നമുക്ക് നൽകട്ടെ. അതെന്തൊരു ഗൗരവമുള്ള സദസ്സായിരുന്നു, എന്തൊരു ഗൗരവമുള്ള വേദിയായിരുന്നു. ഈ നാട്ടിൽ മുഴുവനും ഈമാനിന്റെ വെളിച്ചം വിതറിയ മഹാനല്ലയോ? നമുക്ക് ഹിദായത്തിന്റെ വഴികാട്ടിയ മഹാനല്ലയോ? നമുക്ക് നിസ്കാരം പഠിപ്പിച്ച മഹാനല്ലയോ? നമുക്ക് അല്ലാഹുവിന്റെ ദീനോദി തന്ന മഹാനല്ലയോ? ആ മഹാനവറുകൾ നമ്മുടെ ഈ നാട്ടിലില്ലായിരുന്നുവെങ്കിൽ ഇന്ന് അതേ നോർത്ത് കർണാടകയിലെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കൂ. അവിടെ ദീന് വളരെ കുറവാണല്ലോ. അവർക്ക് ദീനീ സംബന്ധമായ വിവരങ്ങളില്ലല്ലോ. അവർക്ക് അതുപോലെ നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദുനാ താജുൽ ഉലമ ഉപ്പാപ്പയെ പോലെ ഒരു സയ്യിദ് അവിടെ ഇല്ലായിരുന്നല്ലോ. അതിന്റെ കുറവല്ലയോ? അതുകൊണ്ട് ആ മഹാനിനോടുള്ള കടപ്പാട് ചില്ലറ കടപ്പാടല്ല, ചില്ലറ ബാധ്യതയല്ല. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അവിടുത്തെ അതാ വഫാത്തിനു ശേഷം നമുക്കൊക്കെ നേതൃത്വം നൽകിയ സയ്യിദുനാ കൂറത്ത് തങ്ങൾ അല്ലാഹു അവിടുത്തെ ദറജയും ഏറ്റിക്കൊടുക്കട്ടെ. ആ രണ്ട് മഹാന്മാർ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. അവിടുത്തെ ഉറൂസ് ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 26 മുതൽ 29 വരെ കൂറത്ത് വെച്ച് നടക്കാനിരിക്കുന്നു. നിങ്ങളെല്ലാവരും അതിന് സാക്ഷികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ രണ്ട് മഹാന്മാർ നമ്മെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും അവര് വളരെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. സയ്യിദുനാ താജുൽ ഉലമ തങ്ങൾ ഉപ്പാപ്പ നമ്മുടെ തൊട്ടടുത്താണല്ലോ. ഊറത്ത തങ്ങൾ നമ്മളെ തൊട്ടടുത്താണല്ലോ. ഒരു ജമ്മ കസറിന്റെ വൈദൂരമില്ലല്ലോ.